മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും സർവോപരി മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. മുസ്ലിം ലോകത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ഒരു മാസത്തിന് നമ്മൾ സാക്ഷികളാവുകയാണ്. ദുൽഖഅദ മാസമാണിത്. ഇനി ദിൽഹിജ്ജയിലേക്ക് നമ്മൾ പ്രവേശിക്കും. പിന്നെ തൊട്ടടുത്ത് ഒരു മാസം മുഹറമാണ്. അങ്ങനെ തുടർച്ചയായ 3 മാസങ്ങൾ സമ്പൂർണമായ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, നിർഭയത്വത്തിൻ്റെ മാസം എന്ന നിലയിൽ ലോകം അംഗീകരിക്കണം എന്ന സന്ദേശം ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദർഭം. ഒരു സന്ദേശം മനുഷ്യർ ഏറ്റെടുക്കുകയും അത് പ്രായോഗിക തലത്തിൽ അനുവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ആ സന്ദേശത്തിൻ്റെ മഹിതഭാവം മനുഷ്യവംശത്തിന് അനുഭവിക്കാൻ കഴിയുക. തൊട്ട് കഴിഞ്ഞ ഒരു ദിവസം മാതൃദിനമായിരുന്നു ലോകത്തിന്. അതുപോലെ ശിശുദിനമുണ്ട്. ഓരോ ദിവസവും, ഒരു വർഷത്തിൽ വിവിധ ദിവസങ്ങൾ ആഗോളാടിസ്ഥാനത്തിൽ മനുഷ്യരിൽ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുകയും ഓരോ വിഷയങ്ങൾ ഒരാചാരം എന്ന നിലയിൽ ആചരിക്കുകയും ചെയ്യണം എന്ന് നിർദ്ദേശിക്കാറുണ്ട്. എന്നതുപോലെയാണ് ഈ സമ്പൂർണ്ണ സമാധാനം, പരിപൂർണമായ ശാന്തി, ഒപ്പം മുഴുവൻ മനുഷ്യർക്കും നിർഭയത്വം. അപ്പോൾ ഏറ്റുമുട്ടലുകളില്ല, വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും തർക്കങ്ങളും നിഷേധങ്ങളും അക്രമങ്ങളും ഒന്നുമില്ലാത്ത രാപ്പകലുകൾ, ഈ 3 മാസം തുടർച്ചയായ രാപ്പകലുകൾ നിർഭയമായി മുഴുവൻ മനുഷ്യരാശിക്കും ഭൂതലത്തിൽ ജീവിക്കാവുന്ന ഒരു സന്ദർഭം. ഇതാണ് ഇസ്ലാമിലെ ഏറ്റവും മഹിതമായൊരു സന്ദേശം. സൂറ അൽ ഹജ്ജ് ഇതൊരു വലിയ ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഇസ്ലാമിൽ 5 കാര്യങ്ങളാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. അതിൻ്റെ മുകളിലാണ് ഇസ്ലാം സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. ഖുർആൻ നാമകരണം ചെയ്ത ഒരധ്യായം അൽ ഹജ്ജ് മാത്രമേ ഉള്ളൂ. ഷഹാദത്തില്ല, മറിച്ച് ഇഖ്ലാസ് ഉണ്ട്. സ്വലാത്തിനെ സംബന്ധിച്ചൊരധ്യായമില്ല, നോമ്പിനെ കുറിച്ചൊരധ്യായമില്ല, മറിച്ച് നോമ്പിലെ ഒരു ദിവസത്തിൻ്റെ മഹത്വം വിവരിക്കുന്നൊരധ്യായമുണ്ട്, അൽ ഖദർ. സക്കാത്തിനെ കുറിച്ചൊരധ്യായമില്ല, മറിച്ച് ഖുർആനിലെ സാമാന്യം വലിപ്പമുള്ളൊരധ്യായമാണ് സൂറത്തുൽ ഹജ്ജ്. അപ്പോൾ ഒരു അമല്, ഒരു കർമ്മം, ഒരു വലിയ ഇബാദത്ത്, അത് നിബന്ധനകൾക്ക് വിധേയമായി കഴിയുന്നവർ നിർവഹിക്കേണ്ടതാണ്. അങ്ങനെ അവർ നിർവഹിക്കുന്ന നാളുകളെ
മുൻപും പിൻപുമായ മാസങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ലോകസമാധാനത്തിൻ്റെ സന്ദേശമായി ഈ കർമ്മത്തെ അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഹജ്ജ് മാസത്തിൻ്റെ പ്രത്യേകത. ഏതൊന്നും ആദരിക്കാനുള്ള ശീലമാണ്. ഇതിനകത്ത് കുറേ ആയത്തുകളുണ്ട്. ذَلِكَ وَمَنْ يُعَظِّمْ حُرُمَاتِ اللَّهِ فَهُوَ خَيْرٌ لَهُ عِنْدَ رَبِّهِ. ഇപ്പറയുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ സർവാദരണീയ നിയമങ്ങളെ, ആശയങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയുക. അള്ളാഹു ഒരു കാര്യം സർവാദരണീയമായ ക്രമത്തിൽ പഠിപ്പിക്കുമ്പോൾ അത് ആദരണീയതയിൽ തന്നെ കാണാൻ പഠിക്കണം, കഴിവുമുണ്ടാകണം, അങ്ങനെ ശീലമുള്ളവരായി മാറണം. അത് മുസ്ലിമുകൾ ചെയ്ത് കാണിക്കേണ്ടതാണ്. വഇദ് ബവ്വഅ്നാ ഇബ്രാഹീമ മക്കാനൽ ബൈത്ത്. ഇബ്രാഹീമിന്, ചരിത്രപുരുഷൻ അല്ലെങ്കിൽ എല്ലാ അദ്ദേഹത്തിൻ്റെ കാലശേഷം വന്ന മുഴുവൻ നബിമാരും മുർസലുകൾക്കും മാതൃകയുള്ളവൻ എന്ന അർത്ഥത്തിൽ ഇമാം എന്ന ഔദ്യോഗിക പദവി നൽകപ്പെട്ട ഇബ്രാഹീമിന് നാം ആ വീടിൻ്റെ സ്ഥാനം കാണിച്ചു കൊടുത്ത് ഒരുക്കി കൊടുത്തു, അതിന് വേണ്ട സൗകര്യം ചെയ്തു. ആ വീട് എന്ന് പറഞ്ഞത് അതിപുരാതീനമായൊരു വീടാണ്. അത്രയും പഴക്കം, അതിൻ്റെ പിന്നിലേക്ക് പഴക്കമുള്ള ഒരു ഭവനവും ഭൂതലത്തിലില്ല. അപ്പോൾ അതിപുരാതീനമായ ഒരു ഭവനം, അത് ഖുർആൻ തന്നെയാണ് അതിനെ നാമകരണം ചെയ്തത് ബൈത്തുൽ അത്തീഖ്. വൽ സുമ്മൽ യഖ്ലു തഫദഹും വൽ യൂഫു നുദൂറഹും സുമ്മൽ യതവഫു ബിൽ ബൈത്തിൽ അത്തീഖ്. അതിപുരാതീനമായ ആ വീടിനെ അവർ പ്രദക്ഷിണം ചെയ്യട്ടെ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു ഭവനം, ആ ഭവനത്തിൻ്റെ സ്ഥാനം നിർണയിച്ചു, സൗകര്യം ചെയ്തു. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ അത് പുനരുദ്ധരിച്ചു, അത് നിലനിർത്തി പരിശുദ്ധമാക്കി. ഇനി ഏറ്റവും ആദരണീയ ക്രമത്തിൽ വേണം ആ വീട് കാണാൻ. അങ്ങോട്ട് വരുന്നവരും അങ്ങനെയാണ്. അപ്പോൾ അള്ളാഹു കുറേ അടയാളങ്ങൾ സ്ഥാപിച്ചു, ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ. അതിലൊന്ന് ഹാജിമാരാണ്. അത് സൂറത്തുൽ മാഇദയുടെ തുടക്കത്തിൽ കുറേ കാര്യം തുടർച്ചയായി പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശആഇറല്ലാഹ്. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ അനാദരിക്കരുത്, വില കുറച്ച് കാണരുത്, അവമതിക്കരുത്, നിസ്സാരവൽക്കരിക്കരുത്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. വലഷഹ്റൽ ഹറാം, ഈ സമാധാനത്തിൻ്റെ മാസം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആദരണീയ മാസങ്ങളെയും ദുൽഖഅദ, ദിൽഹിജ്ജ, മുഹറം, ഇനി ഒരു മാസം ഉള്ളത് റജബാണ്. അപ്പം ഈ അള്ളാഹു ആദരിച്ച അവൻ്റെ ചിഹ്നങ്ങൾ എന്ന നിലയിൽ ലോകത്തിൻ്റെ മുൻപിൽ പഠിപ്പിച്ച ഏതെല്ലാം കാര്യങ്ങളാണോ അതെല്ലാം നിങ്ങൾ വളരെ ബഹുമാനപൂർവ്വം കാണണം. അതിലൊന്ന് ഈ പറഞ്ഞ മാസങ്ങളാണ്. വലൽ ഹദിയ, ബലിമൃഗങ്ങളാണ്. ബലി നൽകുന്നത് രണ്ട് കാര്യത്തിനാണ്, അത് ഖുർആൻ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. വ അത്ഇമു അൽ ഖാനിഅ വൽ മുഅ്തറ. വളരെ കൃത്യമായിട്ട് എന്തിനാണ് ബലി? അത് മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നത് ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടപ്രപഞ്ചത്തിലെ അഖില വസ്തുക്കളും അവർ ഉപയോഗിച്ച് ജീവിക്കാനും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുമാണ്.
അതിൽ അനുവദനീയമല്ലാത്തത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്നതൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അനുവദനീയം. എന്തിനാണ് ബലികർമ്മം നിർവഹിക്കുന്നത്? സംതൃപ്ത മനസ്സുള്ളവർക്ക് ഭക്ഷണമാകാൻ. വാത്തിഴിമോ, നിങ്ങൾ ഭക്ഷിപ്പിക്കുക. അൽ കാനിയ, തൃപ്തി അടയുന്നവർക്ക്. ഇതെന്ത് കിട്ടിയാലും മതിയാകാത്തവരും കുറ്റം പറയുന്നവരും ഉണ്ട് കേട്ടോ. അതേ പറഞ്ഞ് ശീലമുള്ളൂ, അതെല്ലാ കൊല്ലവും പറയും. ഈ ഉദ്ഹിയ്യത്ത് പെരുന്നാളിൻ്റെ അന്നും പറയും. അപ്പം ഇതാർക്കാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇതൊരു വലിയ ആദരണീയതയുടെ അടയാളമാണ്. അപ്പം സംതൃപ്തി അടയുന്ന മനസ്സുള്ള മനുഷ്യർക്ക് അവരുടെ ഭക്ഷ്യമാണ് ഈ ബലിമൃഗം. വൽ മുഅ്തറ, ആവശ്യപ്പെട്ടു വരുന്നവർക്ക് നൽകണം. ഇനി മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞപ്പോൾ ഫകുലൂ മിൻഹാ, സൂറത്തുൽ ഹജ്ജിൽ തന്നെയാണ് കേട്ടോ ഈ ആയത്തുകളൊക്കെ. നിങ്ങൾ അതിൽ നിന്ന് സന്തോഷത്തോടെ നിങ്ങൾ കഴിക്കണം. നിങ്ങൾ കഴിക്കണം, കൊടുത്താൽ മാത്രം പോരാ. വഅത്ഇമു, നിങ്ങൾ കഴിപ്പിക്കണം. അൽ ബാഇസ, പരവശരായ ആളുകൾ, വിഷണ്ണരായ ആളുകൾ. പരവശരായ ആളുകൾ, ബാഇസ്. അൽ ഫക്കീർ, ദരിദ്രരുമായ ആളുകൾ. പരവശരായ ആളുകളും ദരിദ്രരായ ആളുകളും അവർക്ക് ഭക്ഷണമായിരിക്കാൻ നിങ്ങൾ കൊടുക്കണം, നിങ്ങൾ കഴിക്കുകയും വേണം. അതൊരു സുഭിക്ഷതയുടെ, സംതൃപ്തിയുടെ, മനസ്സിന് തികഞ്ഞ നിറഞ്ഞ ഒരു മതിയാകൽ ആ ദിവസത്തെ ഭക്ഷ്യം കൊണ്ട് തന്നെ ഉണ്ടായിത്തീരണം. നിങ്ങൾക്കും ഉണ്ടാകണം, ഈ പറയപ്പെട്ടവർക്കും ഉണ്ടാകണം. ഇവിടെ ഇസ്ലാമിൽ ഒരു പ്രത്യേകതയുള്ളത്, നന്മ ലഭ്യമാകുന്ന എല്ലാ വഴികളും മനുഷ്യരെ മാത്രമേ പരിഗണിച്ചുള്ളൂ, ജാതിയും മതവും പരിഗണിച്ചില്ല. ഇപ്പം രാഷ്ട്രീയമാണെങ്കിൽ മതം നോക്കിയിട്ടും ജാതി നോക്കിയിട്ടുമാണ് രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യയിൽ മുഴുനീള നടക്കുന്നത്. 4 പേരുള്ള ഒരു കമ്മിറ്റിയിൽ പോലും അങ്ങനെയാണ്. പിന്നെ ബലാബലം നിർണയിക്കലും സമത്തിലെത്തിക്കലും പരിഗണന നൽകലൊക്കെ എല്ലാ മതവിഭാഗത്തെയും ഉൾപ്പെടുത്തുമ്പോൾ അവരെയും ചേർത്ത് പിടിച്ചിട്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ അമിതമായി പോയി മതചിന്തകൾ എന്ന് പറഞ്ഞാൽ വർഗീയമായ ചിന്തകൾ വർദ്ധിച്ച ഒരു വർത്തമാനകാലമാണിത്. പക്ഷെ ഖുർആൻ ഈ സമാധാന മാസങ്ങളിൽ നൽകുന്നത് സുഭിക്ഷമായി മനുഷ്യർ ജീവിക്കണം, അതിനെ നിങ്ങൾ കഴിക്കുന്നത് പോലെ തന്നെ അവർക്കൊക്കെ കൊടുക്കുക. അതിൽ ഇന്ന ജാതി എന്നൊന്നുമില്ല, മതമൊന്നുമില്ല. ഈ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അത് ഉപയുക്തം. അത്ര കൃത്യമായിട്ടാണ് ഖുർആൻ അത് പറഞ്ഞത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനരുദ്ധാരണ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് അല്ലാ തുഷിരിക്ക് ബി ഷൈആ, എന്നിൽ പങ്ക് ചേർക്കരുത്, അള്ളാഹുവിൽ പങ്ക് ചേർക്കരുത്. അതാണ് ഇസ്ലാമിൻ്റെ മൗലിക അടിത്തറ എന്ന് പറഞ്ഞാൽ. പങ്ക് ചേർക്കുക എന്ന് പറഞ്ഞാൽ കളങ്ക വിശ്വാസം അരുത്. അള്ളാഹുവിനെ സമന്മാരെ നിർണയിക്കരുത്. അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ സർവേശ്വരൻ്റെ മഹാകഴിവുകളോട് അവൻ്റെ സൃഷ്ടികൾക്ക് അവരെ ഉയർത്തിയിട്ട് കഴിവുള്ളവരായി തുലനം ചെയ്ത് താരതമ്യം ചെയ്യരുത്. അങ്ങനെ താരതമ്യം ചെയ്യാൻ പാടില്ല സൃഷ്ടിയെ സൃഷ്ടാവിലേക്ക്. അതുപോലെ സൃഷ്ടാവിനെ സൃഷ്ടിയിലേക്കും താരതമ്യം ചെയ്യരുത്. അതിന് ഷിർക്ക് എന്നാണ് പറയുക. അതൊരു കാരണവശാലും പൊറുക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് ഷിർക്ക് ഉണ്ടാകരുത് ഈ വീട്ടിൽ. അതുതന്നെയാണ് ലോകത്തുള്ള എല്ലാ ആരാധനാലയങ്ങളുടെയും മൗലിക അടിത്തറ. നേർക്ക് നേരെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനം. പക്ഷേ ഇതല്ലാത്ത വീടുകൾ ലോകത്തെമ്പാടുമുണ്ട്. ഇതിപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഇബാദത്താണ് ഹജ്ജ്.
ഇതുപോലെ തന്നെ മഹിതമായി സർവാദരണീയ ക്രമത്തിൽ ആചരിക്കപ്പെടുന്ന ലോക തീർത്ഥാടന മതങ്ങളുടെ ആരാധനകൾ ലോകത്തെമ്പാടുമുണ്ട്. ലികുല്ലിൻ ജഅൽനാ മൻസക്കൻ. ഖുർആൻ പറഞ്ഞപ്പോൾ നിങ്ങളിൽ എല്ലാവർക്കും ഈ ഇസ്ലാമിലെ ഹജ്ജ് എന്ന മൻസക്ക് പോലെ എല്ലാ മതവിഭാഗത്തിനും മൻസക്കുകളുണ്ട്, മനാസിക്കുകളുണ്ട്, ഹജ്ജ് കർമ്മങ്ങളുണ്ടെന്ന്. അപ്പം നിങ്ങൾ എങ്ങനെയാണോ ഈ ഹജ്ജ് അമലിനെ കാണുന്നതും ആദരിക്കുന്നതും സർവാദരണീയമായ ഭാവത്തിൽ വീക്ഷിക്കുന്നത്, അതുപോലെയാണ് ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും ദേശീയമോ അന്തർദേശീയമോ ആയ ആരാധനകളുടെ ഒരുമിച്ച് കൂടലും അവരുടെ ഭവ്യമായ എഴുന്നള്ളിപ്പുകളും മറ്റു തര കർമ്മങ്ങളും ഒക്കെ നിങ്ങളും കാണേണ്ടത് അങ്ങനെയാണ്. കാരണം എല്ലാവർക്കും നിശ്ചയിച്ചതാണ്. ഒലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക്കൻ. എന്തിനാണ് ഇങ്ങനെ ഒരു വലിയൊരു ആഘോഷം എന്ന നിലയിൽ ഈ അമല് നിർണയിച്ചത്? ലിയദ്കുറൂ ഇസ്മല്ലാ, അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുന്നതിന് വേണ്ടിയാണ്. ആ ദിവസങ്ങൾ, ആ ദിനരാത്രങ്ങൾ മുഴുവനും അള്ളാഹു എന്നല്ലാതെ വേറൊരു വാക്കുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവർക്കുമുള്ള മൻസക്കിൻ്റെ അടിസ്ഥാന ആശയം അതാണ്. പക്ഷേ ആളുകൾ അതിൽ നിന്നൊക്കെ മാറിപ്പോയി എത്രയോ ബഹുദൂരമാകുന്നു പോയി. ഇപ്പം ഹജ്ജ് ചെയ്യുന്ന ഹാജിമാർ പോലും കല്ലെറിയുന്നിടത്ത് ചെല്ലുമ്പോൾ അതിന് അറബിയിലെ ജദ്ബിൻ്റെ ഹാലെന്നാണ് പറയുക. അങ്ങനെ തുള്ളിച്ചാടി മറിഞ്ഞ് എല്ലാവരെയും വകഞ്ഞു മാറ്റി തള്ളി മാറ്റി വലിയ ആവേശത്തിൽ വന്നിട്ടാണ് കല്ലെറിയുന്നത്. സമാധാനത്തിലും ശാന്തതയിലും സാവകാശം കൈ പിറകിലേക്ക് കൊണ്ടുപോകാതെ ഒരു ചെറിയ കടലയുടെ അത്രയുള്ളൊരു കല്ലിൻ്റെ കഷ്ണം എടുത്ത് മുന്നോട്ട് ഇങ്ങനെ കാണിക്കുന്ന ഈ കൈ ഇങ്ങനെ മുന്നോട്ടിടുക എന്നല്ലാണ്ട് പുറകോട്ട് പോയിട്ട് എറിയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ദീനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ അവിടെ അവർ ചെയ്യുന്നത്, ഒരു 20 കൊല്ലം മുമ്പൊക്കെ അവിടെ 3 ബോർഡ് ഉണ്ടായിരുന്നു. അതിൽ ചെറിയ കുട്ടി പിശാജ് ശൈത്താനിന്, ചെറിയ ശൈത്താനിന്, തൊട്ടടുത്തുള്ളത് ഒരു 10-40 വയസ്സ് പ്രായമുള്ള ശൈത്താനിന്, ഔസത്താണത്. അവസാനത്തതാണ് ബഡാ ഷെയ്ത്താൻ എന്നറിഞ്ഞ ബോർഡ്, ഉറുദുവിൽ, ഇന്തോനേഷ്യൻ ഭാഷയിൽ. അത് അവിടെ വച്ചിരുന്നു. ഇപ്പോഴേ അടുത്ത കാലത്താണ് എടുത്തു കളഞ്ഞത്. കൂടെ ഒരു 20 കൊല്ലമായിട്ടുണ്ടാവും എടുത്തു കളഞ്ഞിട്ട്. അപ്പോൾ ഈ വരുന്ന ഹാജിമാർ ധരിക്കുന്നത് ഈ ഷെയ്ത്താനിനെയാണ് എറിയുന്നതെന്നാണ്. അത്രയധികം വിദൂരതയിലേക്ക് പോയി എന്ന് പറയുന്നതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുമാണ്. എന്തിനാണ് കഅബം തവാഫ് ചെയ്യുന്നത്? അത് ലോകത്തുള്ള എല്ലാ ലോകമതങ്ങളുടെയും ആരാധനാ രീതി ദൈവസ്മരണയാണ് എന്ന കാര്യത്തിൽ വേദങ്ങളിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഖുർആനും അങ്ങനെയാണ് പറഞ്ഞത്. ലിയദ്കുറൂ ഇസ്മല്ലാ. അള്ളാഹുവിൻ്റെ റസൂൽ അത് കുറച്ചുകൂടി സ്പഷ്ടമാക്കി. ഇന്നമാ ജുഇല തവാഫു, കഅബയുടെ ചുറ്റുമുള്ള ഈ തവാഫ് സ്ഥാപിക്കപ്പെട്ടത്, വസ്സഅ്യു ബൈന സഫാ വൽ മർവ, സഫ എന്ന ആ മലയുടെ മുകളിൽ നിന്ന് മർവ വരെയും നടക്കലും തിരിച്ചു നടക്കലും, വറമ്യു ബിൽ ജിമാർ, 3 ജംറകളിൽ കല്ലെറിയൽ, ലിദിക്രില്ലാ, ഒറ്റ മറുപടിയുള്ളൂ. ഈ 3 എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ ഓർക്കുക. അങ്ങനെ ഓർക്കുമ്പോൾ എത്ര സമാധാനം, ശാന്തി, സന്തോഷം, എല്ലാവർക്കും നിർഭയത്വം. ഒരു ഹാജിക്കൊരു വിഷമമില്ല, ഒരാളും വന്ന് മുട്ടൂല, തള്ളൂല. ഇത് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ഹജ്ജിനെങ്കിലും പ്രാവർത്തിയാക്കാൻ പറ്റുമോ? ലോക മുസ്ലിമീങ്ങൾക്ക് കഴിയില്ലല്ലോ. കല്ലെറിയുന്നിടത്ത് എത്ര ആൾ മരിക്കും? ശരി, അവിടെ നിർത്തുന്നു ഞാൻ. അത്ര കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു പാഠ്യം, അത് ഇതിനേക്കാൾ കൂടുതൽ വികലമാക്കാൻ വേറെ എന്താ ഉള്ളത്? അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ഹാജിമാരും അള്ളാഹുവിൻ്റെ ചിഹ്നമാണ്. അതാണ് സൂറത്തുൽ മാഇദയുടെ തുടക്കത്തിൽ, ലാ തുഹില്ലു ശആയിറല്ലാഹ് വല ഷഹ്റൽ ഹറാം
വലൽ ഹദിയ, ബലിമൃഗങ്ങളും ആദരണീയങ്ങളാണത്, അതിനെ അനാദരിക്കാൻ പാടില്ല. വലാ ആമീനൽ ബൈത്തുൽ ഹറാം, കഅബ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്ന തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഹാജിമാരെയും അനാദരിക്കരുത്. കാരണം അള്ളാഹുവിൻ്റെ ചിഹ്നമാണവർ. ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആദരണീയമായിരിക്കണം എന്ന് അള്ളാഹു ശഠിക്കുകയും നിങ്ങൾ ആദരിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്തത്. ഷറഉൽ അഖായിദിൽ നമ്മുടെ അഹ്ലുസുന്നയുടെ വിശ്വാസ പ്രമാണ മൂലകൃതിയാണത്. അതിൻ്റെ വിവരണമാണ് പിന്നെ ബാക്കിയെല്ലാം. അതിൽ പറയുന്നൊരു വാചകമുണ്ട്, ഷുറൂത്തുൽ ഈമാൻ, ഈമാൻ ശരിയാകുന്നതിൻ്റെ നിബന്ധനയിൽപ്പെട്ടതാണ് തഅ്ലീമു മാ അല്ലമഹുല്ലാ, അള്ളാഹു വലിപ്പപ്പെടുത്തിയതിനെ വിശ്വാസികൾ വലിപ്പപ്പെടുത്തണം. പടച്ചവൻ വളരെ ആദരണീയമാണെന്ന് പറഞ്ഞാൽ നമ്മളത് ആദരണീയമായി കണ്ടിരിക്കണം. അതാണ് കഅബയുടെ പവിത്രത, അതാണ് ജംറയുടെ പവിത്രത, അതാണ് മശാഇറുകൾ, ചിഹ്നങ്ങൾ എന്നാണല്ലോ പറഞ്ഞത്. ഹജ്ജിൻ്റെ എല്ലാ സ്ഥലവും മശായിറാണ്. അപ്പം മശായിറുകൾ ആദരിക്കപ്പെടേണ്ടതാകുന്നു. ഇതിങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് ഞാനിതിൻ്റെ ഒരു അധ്യാവസാനം പറയല്ല. അല്ലദീന ഇദ വൽ ബുദിന ലക്കും ഒലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക്കൻ ലിയദ്കുറു ഇസ്മല്ലാഹ് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, നിങ്ങൾക്ക് ഭക്ഷണമാണ് നിശ്ചിതമായ ദിവസങ്ങൾ മുഴുവൻ നിങ്ങൾ ബലികർമ്മം നടത്തും. അത് ആദ്യത്തെ ഒരു ദിവസം എല്ലാം കൂടി ബലി നടത്തിയിട്ട് ആവശ്യത്തിൽ അപ്പുറമാകലല്ല. ഭക്ഷണത്തിനാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? 10-നാകാം, 11-നാകാം, 12-നാകാം, 13-നാകാം. അങ്ങനെ ആരും മാറ്റാറില്ല. 10-ൻ്റെ അന്ന് തന്നെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ചെയ്യണ പണി ഇതാണ്. അത് 11-നായാലും ആശ്വാസമായി, 12-ആയാലും ആശ്വാസമായി, 13-ആയാലും മതി. ഇതിന് അയ്യാമു തശ്രീഖ് എന്നാണ് പറയുക. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണത്തിന് ആവശ്യമായത് ലഭിക്കും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ, സൂറത്തുൽ ഹജ്ജിൻ്റെ വേറൊരായത്താണ്. അവരുടെ വീടുകളിൽ നിന്ന് ഒരു ന്യായവുമില്ലാതെ ബഹിഷ്കരിച്ചവർ, അങ്ങനെ ബഹിഷ്കൃതരാണ്, ആട്ടിപ്പായിച്ചവരാണെന്ന്, അഭയാർത്ഥികളായവരാണ്. ഇത് ലോകത്തിൻ്റെ എല്ലാ ദിശയിലേക്കും നിങ്ങളൊന്ന് നോക്കുക, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു ന്യായവും ഇല്ല, ഒരു കാരണവും ഇല്ല. ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷകൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞതല്ലാതെ വേറെ എന്താണ് അവരിൽ നമുക്ക് ആരോപിക്കാവുന്ന ഒരു കുറ്റം? ഇതൊരു കുറ്റമാണെങ്കിൽ ഒരു വാക്കുള്ളൂ. സൂറത്തുൽ ബുറൂജിൽ ഒമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ് അസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമഷ്ഹൂദ്, ഇത്രയും സത്യമാണ്. ഖുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ്. അവരിതിങ്ങനെ ഈ അഗ്നികുണ്ഡം ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും പോയിരിക്കുകയല്ല, അതിൻ്റെ ചുറ്റും കാഴ്ചക്കാരായി ജനനിബിഡമാണ്. അതിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുന്ന ആളുകളോ ഒമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനായ, ഏതർത്ഥത്തിലും സ്തുതിക്കാൻ അവകാശം സർവേശ്വരന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ചു, അള്ളാഹുവിൽ വിശ്വസിച്ചു, വേറെ ആരെയും അവർ അംഗീകരിച്ചില്ല. ഇതല്ലാതെ ഒരു കുറ്റം അവർ ചെയ്തിരുന്നില്ല. ഇതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഭവന ഭേദനം നടത്തി അവരെ ഭവനത്തിൽ നിന്ന് ബഹിഷ്കൃതരാക്കി. എന്നിട്ട് അള്ളാഹു പറഞ്ഞു,
വലൗലാ ദഫഉല്ലാഹി നാസ ബഅ്ളഹും ബിബഅ്ള്. അങ്ങനെ ലോകത്തെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് നടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? എല്ലാവരും അതിനകത്ത് ഒരുപോലെ ബാധ്യതയാണെന്ന് ഏറ്റെടുക്കണം. ഒരു നാട് മറ്റൊരു നാടിന് സഹായമായി നിൽക്കണം. അവർക്ക് തൊട്ടടുത്ത രാജ്യമായിരിക്കണം. ഇവിടെ ഇപ്പോൾ സാധാരണ നിലയിൽ എല്ലാ രാജ്യങ്ങളും അതിർത്തിയുടെ അപ്പുറവും ഇപ്പുറവും ശത്രുത 365 ദിവസം എങ്ങനെ നിലനിർത്താം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളായാൽ മതിയല്ലോ. അന്യവൽക്കരണമാണ് ഇത്. നമ്മൾ അത് അവരാണ്. അവരൊരിക്കലും നമ്മളാവില്ല. അവരെ നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാനും കഴിയില്ല. അത് ചൈനയായിരുന്നാലും അമേരിക്കയായിരുന്നാലും ബ്രിട്ടനായിരുന്നാലും അങ്ങനെ ഈ പാശ്ചാത്യ രാജ്യങ്ങളാണെങ്കിലും പേർഷ്യ അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളാണെങ്കിലും ഓരോ രാജ്യങ്ങളുടെയും അതിർത്തിക്ക് അപ്പുറം അന്യവൽക്കരണമാണ്, അന്യദേശമാണ്. ആ ശത്രുത ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഖുർആൻ അതിനൊരു പരിഹാരം നൽകിയത്, അങ്ങനെ നിങ്ങൾക്കൊരു പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ തൊട്ട അയൽ രാജ്യം അത് സഹായിക്കണം, നിങ്ങൾ അവരെയും സഹായിക്കണം. ഇത് വളരെ ലളിതമാണത്. അങ്ങനെയാണ് തോന്നുന്നത്. ലൗലാ ദഫഉല്ലാഹി നാസ ബഅ്ളഹും ബിബഅ്ള്. അങ്ങനെ ചെയ്തില്ലെങ്കിലോ ലഹുദ്ദിമത്ത് സവാമിയു, സന്യാസി മഠങ്ങളൊക്കെ തകർക്കപ്പെടും. ലോകത്തെല്ലാ സ്ഥലത്തും ഇത് ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ബിയഉൻ, അതുപോലെ തന്നെയാണ് യഹൂദ ആരാധനാലയങ്ങൾ. സലവാത്തുൻ, ക്രിസ്ത്യൻ പള്ളികളും. അപ്പോൾ എല്ലാം പറഞ്ഞിട്ടോ, ലോകമതങ്ങൾ ആചരിക്കുന്ന അവരുടെ ആരാധനാലയങ്ങളുടെയൊക്കെ പേര് പറഞ്ഞു. ഇതൊക്കെ തകർത്ത് കളയും. മസാജിദു, പള്ളികളും തകർക്കും. യുദ്കറു ഫീ അസ്മുല്ലാഹി കതീറ, അള്ളാഹുവിൻ്റെ നാമം ഒരുപാട് പറയുന്ന സ്ഥലം ഈ പള്ളികളാണ്. അതും തകർക്കപ്പെടും. വല യൻസുറന്നല്ലാഹു മൻ യൻസുറഹു, അള്ളാഹു ഇവിടെ കുറേ അവൻ്റെ ചിഹ്നങ്ങളാണ്, ആദരണീയമാണ്. നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം, അംഗീകരിക്കണം. ഇതൊരു സമാധാനത്തിൻ്റെ മാസങ്ങളും വർഷവുമാണ്. ഇതൊരു നിർഭയത്വമായിരിക്കണം. അതിന് പാലിക്കേണ്ട വ്യവസ്ഥയാണ് ഇപ്പം ഈ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ചെയ്തില്ലെങ്കിലോ എല്ലാം തകരും. ഏതെങ്കിലും ഒരു മതമല്ല തകരുന്നത്, ഏതെങ്കിലും ഒരു ദേവാലയമല്ല, സർവത്തിൻ്റെ മേലും നാശാവും. അതില്ലാതിരിക്കണമെങ്കിൽ നിങ്ങളാണത് ചെയ്യേണ്ടത്. അപ്പം അന്യോന്യമാവും. നമ്മളായിട്ട് അതിനെന്ത് ബന്ധം എന്ന് ഒരു നോട്ടീസിന് 5 രൂപ നമ്മൾ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് പിരിവിന് വന്നാൽ അത് ഷിർക്കിൻ്റെ നോട്ടീസാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തവരാണ് ഇപ്പോഴത്തെ ഈ തീവ്ര ഇസ്ലാമിക മനസ്സുള്ള ആൾക്കാർ. ഏത് മതത്തിലും തീവ്രത ആ മതത്തിൻ്റെ നാശമാണ്. അതേത് മതമായിരുന്നാലും ഏതെങ്കിലും ഒരാൾ അവൻ്റെ വൈയക്തിക കർമ്മങ്ങളിൽ എത്ര തീവ്രത കാണിച്ചാലും അവനിലേ അത് നിൽക്കുള്ളൂ, വേറെ ആരിലേക്കും അത് പോവില്ല. മറിച്ച് സാമൂഹ്യ ജീവിതത്തിൽ മതത്തെ തീവ്രമായി കാണാൻ ശ്രമിച്ചാൽ അത് സമൂഹത്തിൻ്റെ നാശത്തിലേ ചെന്ന് അവസാനിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് സാമൂഹ്യ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. എല്ലാ രാജ്യങ്ങളും പരസ്പരമായിരിക്കണം. പഞ്ചായത്തുകൾ അങ്ങനെയാകാം, ജില്ലാ പഞ്ചായത്തുകൾ അങ്ങനെയാകാം, സ്റ്റേറ്റുകൾ അങ്ങനെയാകാം. ഇനി അതല്ലെങ്കിൽ രാഷ്ട്രങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് അങ്ങനെയാകാം. അതിൽ ഈ അതിർത്തികളെക്കുറിച്ച് പറയുമ്പോൾ NVയുടെ ഒരു കവിതയുണ്ട്. അത് വളരെ മലയാളത്തിലാണ്. ലോകത്ത് എന്നും നിത്യപ്രസക്തമാകുന്ന ആശയം പഠിപ്പിക്കുന്ന ഒരു കവിതയാണത്. അദ്ദേഹം പറഞ്ഞത്, ആർക്കാനും വേണ്ടാത്ത ഒരു രാജ്യത്തിൻ്റെ അതിർത്തി ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണല്ലോ. ഇത്തരം അതിർത്തികൾ വരച്ച് വച്ചിട്ട് എന്ത് കാര്യം? അതിൻ്റെ അപ്പുറമുള്ള ആഫ്രിക്കക്കാരനെയും യൂറോപ്പുകാരനെയും സ്റ്റേറ്റുകാരനെയും അവൻ്റെ അപ്പുറത്തേക്ക് എന്നിട്ട് ഭൂമിയുടെ അവസാനം അവിടെ നിങ്ങളൊരു വര വരയ്ക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യരും ഈ വരയുടെ ഉള്ളിലാവും. NV കൃഷ്ണവാര്യൻ്റെ വാക്കാണ് ഞാനീ പറഞ്ഞത്. ഇത്രയും മഹിതമായൊരു ആശയം ഒരു മലയാളിക്ക് നൽകിയൊരു കവിതാവാചകം വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ നിങ്ങളെല്ലാവരുടെയും സർവനാശം. അള്ളാഹു ശക്തനും കഴിവുറ്റവനും പ്രതാപവാനുമാകുന്നു. ഇതാണ് സൂറത്തുൽ ഹജ്ജ് ഈ മഹിതമായ മാസം ദുൽഖഅദയിൽ ലോകത്തിന് നൽകുന്ന കൈമാറുന്ന സന്ദേശം. അത് നമ്മൾ ആ നിലയിൽ ലോകത്തെ പഠിപ്പിക്കേണ്ടവരാണ്. ആ ചുമതല നമുക്കുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.